നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് എം.വി. ഗോവിന്ദൻ. വടകരയിലെ LDF സ്ഥാനാർത്ഥി കെ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പിൽ നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനാ സ്ഥാപനങ്ങളെയാകെ തങ്ങളുടെ വരുതിയിലാക്കിക്കൊണ്ട് മതനിരപേക്ഷ രാഷ്ട്രത്തെ മതരാഷ്ട്രമാക്കാനാണ് BJP ശ്രമിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. BJPയുടെ അതേ സ്വരം തന്നെയാണ് ഇന്ന് കോൺഗ്രസിനും. അതുകൊണ്ടാണ് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇതുവരെയും പ്രതികരിക്കാത്തത്. നയവും നേതൃത്വവും ഇല്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നുവെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന, മതനിരപേക്ഷത, പാർലമെന്ററി വ്യവസ്ഥ, ഫെഡറൽ സംവിധാനം, സമത്വത്തിൻ്റെ ആശയം, ഇതെല്ലാം ഭരണഘടനയുടെ പ്രത്യേകതയാണ്. ഈ ഭരണഘടനയും അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഇന്ത്യയും ഇന്നത്തെ പോലെയെങ്കിലും തുടരണമോ? അല്ല, സർവ മേഖലയും ആയുധവൽക്കരിക്കപ്പെട്ട ഭരണകൂട സംവിധാനങ്ങളാകെ ആയുധവൽക്കരിക്കപ്പെട്ട ഒരു ഫാസിസ്റ്റ് സമ്പ്രദായം വരണമോ? ഇതാണ് ഇന്ത്യയുടെ മുമ്പിലുള്ള പ്രബലമായ രണ്ട് സ്ഥിതി. 37% വോട്ട് മാത്രമുള്ള പാർട്ടിയാണ് BJP. എന്നാൽ 10 വർഷമായി BJP രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂരിപക്ഷം വോട്ടുകൾ ഏകീകരിച്ചാൽ മോദി സർക്കാരിനെ വലിച്ചു താഴെയിടാൻ പറ്റുമെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. ടൗൺ സ്ക്വയർ പരിസരത്ത് നടന്ന പൊതുയോഗത്തിൽ KP മോഹനൻ MLA അധ്യക്ഷനായി. P. ജയരാജൻ, വത്സൻ പനോളി തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.